നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയാൽ നിങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിലും ദൈവവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി മുതൽ കർത്താവ് അനുവദിച്ചാൽ ഞായറാഴ്ച വരെ നിങ്ങളുടെ നടുവിൽ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന വലിയ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചേർന്ന കർത്താവിന് മുഖത്ത് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പാസ്റ്ററിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ എത്തിച്ചേർന്നതിന് പ്രിയ എഡ്വിൻ പാസ്റ്ററിനും ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. നമ്മൾ ഈ 3 ദിവസം അന്യഭാഷകളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 ദിവസം നമുക്ക് ഒരുമിച്ച് അന്യഭാഷകളെക്കുറിച്ച് ചിന്തിക്കാം. അതിനുവേണ്ടി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിച്ചുകൊണ്ട് ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നമുക്ക് നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ഈ വാക്യം എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വായിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ഈ ഭാഗം എടുക്കുക. അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 4-ാമത് വചനം. ഓക്കെ, എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. എല്ലാവരും പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ട് ആവിയാണവർ തങ്ങൾക്ക് തന്തരുളിന വരത്തിൻപടിയെ വെവ്വേറെ ഭാഷകളിൽ പേശി തുടങ്ങിനാർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്യഭാഷ എന്ന ഈ വിഷയം ഞാൻ പഠിപ്പിക്കുന്നത് ദൈവം അനുവദിച്ചാൽ നമ്മുടെ 3 ദിവസം കൂട്ടം മുടിയുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിക്കാത്ത എല്ലാവരും അഭിഷേകം പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഈ ഭാഗം നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിശ്ചയമായും കർത്താവ് അനുവദിക്കുമെങ്കിൽ ഞായറാഴ്ച രാത്രി നമ്മൾ ഈ കൂട്ടം ആശീർവാദം പറയും മുമ്പ് ദൈവം എല്ലാവരെയും അഭിഷേകത്താൽ നിറയ്ക്കും. പ്രത്യാശയുള്ളവർ ഉച്ചത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ വായിച്ച വേദഭാഗപ്രകാരം അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിൾ പറയുന്നു, അവർ എല്ലാവരും പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെട്ട് ആവിയാണവർ തങ്ങൾക്ക് തന്തരുളിന വരത്തിൻപടിയെ വെവ്വേറെ ഭാഷകളിൽ പേശി തുടങ്ങിനാർ. അപ്പോൾ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ആവിയാണവർ പേശ വയ്ക്കുന്ന വാർത്തകളാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മുഖത്ത് കൊടുക്കുക. ഒരു സഭയോ ഒരു സംഘടനയോ ഒരു വ്യക്തിയോ പേശുവാനായി തരുന്നതല്ല, പരിശുദ്ധ ആവിയാണവർ പേശ തരുന്ന വാർത്തകളാണ് അന്യഭാഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ ആവി ആരാണ്? സ്തോത്രം. ഈ പരിശുദ്ധ ആവിയാണല്ലോ അന്യഭാഷ തരുന്നത്. പരിശുദ്ധ ആവി ആര്? ഇയ്യോബിൻ്റെ പുസ്തകം. നമുക്ക് ആ വാക്യം കൂടെ ഒരുമിച്ച് എടുക്കാമോ? ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധികാരം അതിനുടെ 4-ാമത് വാക്യം. സ്തോത്രം. ഇയ്യോബ് 33:4. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ആ വാക്യം കൂടെ എടുക്കുക. നമുക്ക് ഒരുമിച്ചത് പഠിക്കാം. ഇയ്യോബ് 33:4. സ്തോത്രം. എടുത്തെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് നമുക്ക് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. അപ്പൊ ഈ വാക്യപ്രകാരം നമ്മെ ഉണ്ടാക്കിയവരാണ് ദേവനുടെ ആവിയാണവർ. കരമേർത്തി ഹല്ലേലൂയ പറയാം. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ബലവും തന്നവർ, നമുക്ക് കണ്ണും മൂക്കും നാക്കും ശരീരവും തന്നവർ, നാം ഇന്ന് ഉയിരോടിരിക്കുവാൻ കാരണമായവരാണ് ദേവാവിയാണവർ. കരമേർത്തി ഹല്ലേലൂയ പറയാം. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം നല്ല മനസ്സിലാക്കണം. ദേവ ആവിയാണവർ നമ്മെ ഉണ്ടാക്കിയവരാണ്. അവർ തന്നെയാണ് അന്യഭാഷ പേശുവാൻ തരുന്നതും. ഹല്ലേലൂയ. അതുകൊണ്ട് അന്യഭാഷ പേശുവാനായി വെക്കപ്പെടേണ്ടതില്ല. പ്രിയ ദൈവമക്കളെ, ഈ അന്യഭാഷകളിലൊക്കെ ആരാധിക്കുമ്പം പല ആളുകൾ ഇതിനെ കളിയാക്കാറുണ്ട്. സ്തോത്രം. ഇതെന്തോന്നാണ് ഈ കാണിക്കുന്നത്, കേൾപ്പിക്കുന്നത്, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കുക, ഈ ചോദിക്കുന്നവരാരും
നമ്മെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മെ ഉണ്ടാക്കിയത് സ്തോത്രം പരിശുദ്ധ ആവിയാണ്. ആ ആവിയാണവരാണ് നമുക്ക് അന്യഭാഷ പേസുവാൻ തരുന്നത്. അതുകൊണ്ട് ധൈര്യമായി പേസലാം. കരമേർത്തെ ഹല്ലേലൂയ പറയും. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ ഈ വാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, അന്യഭാഷ അപ്പോസ്തല നടപടി 2-ാം അധികാരം 4-ാമത് വചനത്തിലേക്ക് വീണ്ടും നമുക്കൊന്ന് തിരിച്ചു വരാം. സ്തോത്രം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ഒരിക്കൽ കൂടെ ആ ഭാഗം ഒന്ന് എടുക്കണമേ. അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 4-ാമത് വചനം നിങ്ങൾ എടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരിക്കൽ കൂടെ അതൊന്ന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. അപ്പം നമ്മൾ 2 കാര്യമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. നമ്പർ 1, അന്യഭാഷ എന്നാൽ എന്ത്? ആവിയാണവർ പേസത്തരുന്ന വാർത്തകളാണ് അന്യഭാഷ. ആവിയാണവർ ആര്? നമ്മെ ഉണ്ടാക്കിന സർവ്വവല്ലമയുള്ള ദേവൻ. കയ്യോയർത്തി ഹല്ലേലൂയ പറയാം. ഇനി എപ്പോഴാണ് അന്യഭാഷ കിടക്കുന്നത്? ബൈബിൾ പറയുന്നു, അവർകൾ എല്ലാവരും പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ട്. ആവിയാണവർ തങ്ങൾക്ക് തന്തരുളിന വരത്തിൻപടി. അപ്പോ സ്തോത്രം, ബൈബിൾ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ആവിയിനാൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് അന്യഭാഷ പറയുന്നത്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ഫ്ലാസ്ക് ഉണ്ട്. സ്തോത്രം, ഇതിനകത്ത് വെള്ളമുണ്ട്, തണ്ണീരുണ്ട്. ദൈവമക്കളെ, ഈ തണ്ണീരിപ്പം വെളിയെ വരാത്തതിൻ്റെ കാരണം ഇത് നിറഞ്ഞിട്ടില്ല. സ്തോത്രം. എന്നാൽ നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഫ്ലാസ്ക് നിറയും. വീണ്ടും വെള്ളം ഒഴിച്ചാൽ കവിഞ്ഞ് വെളിയെ വരും, അല്ലേ? അപ്പോൾ ഈ ഫ്ലാസ്കിനകത്ത് നിന്ന് വെള്ളം കവിഞ്ഞ് വെളിയെ വരുമ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഫ്ലാസ്ക് പൂർണ്ണമായി നിറഞ്ഞു. നമ്മുടെയൊക്കെ വീട്ടിലെ ടാങ്ക് ഉണ്ടല്ലോ, നമ്മൾ മോട്ടർ ഇടും. ടാങ്ക് നിറയുമ്പം വെള്ളം എന്ത് ചെയ്യും? കവിഞ്ഞ് വെളിയെ വരും, അല്ലേ? അപ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളം കവിഞ്ഞ് വെളിയെ വരുമ്പം ടാങ്ക് പൂർണ്ണമായും നിറഞ്ഞതിൻ്റെ അടയാളമാണ്. കരമേർത്തെ കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അപ്പൊ ടാങ്ക് നിറഞ്ഞതിൻ്റെ അടയാളമാണ് ഈ വെള്ളം കവിഞ്ഞ് വെളിയിൽ വരുന്നത് എന്നതുപോലെ ബൈബിൾ പറയുന്നു, ഒരു ദൈവ പൈതൽ പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെട്ട് കഴിയുമ്പോൾ അന്യഭാഷ പേസും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പോൾ അന്യഭാഷ എപ്പോഴാണ് ഒരാൾക്ക് കിടക്കുന്നത്? ബൈബിൾ പറയുന്നു, പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോൾ. അപ്പോൾ ദൈവമക്കളെ, നമുക്ക് അന്യഭാഷ പേസ മുടിയില്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ടിട്ടില്ല. കൈ ഉയർത്തി കർത്താവിന് മഹിമയെ കൊടു. 2 വാക്യവിടെ നമുക്ക് അതിനോടൊന്ന് ചേർന്ന് വായിക്കാം. അപ്പോസ്തല നടപടികൾ തന്നെ 10-ാം അധികാരം 44-45 2 വചനങ്ങൾ എല്ലാവരും എടുക്കണമേ. അപ്പോസ്തല നടപടി 10-ാം അധികാരം 44-45 ഈ വാക്യങ്ങളും എല്ലാവരും എടുക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് വായിക്കാം. ബൈബിളിലെ വാക്യം, ഈ വേദപുസ്തകത്തിലെ വചനം വായിക്കുന്നവര്, വായിച്ചു കേൾപ്പിക്കുന്നവര്, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യമുള്ളവരെന്നാ ബൈബിൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ വായിക്കാൻ നിങ്ങൾ മടിക്കരുത്. നമുക്ക് ശബ്ദമുയർത്തി ഒരുമിച്ച് വായിക്കാം. ഒന്നുകൂടെ അപ്പോസ്തല നടപടി 10-44-45 എല്ലാവരും വായിക്കണം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. ഓക്കെ, മതി. സ്തോത്രം. இந்த வார்த்தைகளை பேதரு பேசிக்கொண்டிருக்கையில் வசனத்தை கேட்ட யாவரிட மேலும் யார் இறங்கி? பரிசுத்த ஆவியானவர் இறங்கினார். அடுத்த பதம், அவர்கள் பலவித பாஷைகளை பேசி. அப்போ பரிசுத்தாவி வந்தால் என்ன பேசும்? பலவித ഭാഷകളെ കണ്ടിപ്പാ പേസും. കൈ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കും. ഇനി ഒരു വാർത്ത കൊണ്ട് നമുക്ക് വായിക്കാം. അപ്പോസ്തല നടപടികൾ 19-ാം അധികാരം അതിനുടെ സ്തോത്രം 6-ാമത് വചനം കൂടി. അപ്പോസ്തല നടപടി 19-ാം അധികാരം 6-ാമത് വചനം എല്ലാവരും എടുക്കണേ. ഒരുമിച്ച് തന്നെ നമുക്ക് വായിക്കണം.
അപ്പോസ്തല നടപടി 19-ാം അധികാരം 6-ാമത് വാക്യം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. മൂന്ന് വചനം ഇപ്പോൾ നമ്മൾ വായിച്ചു. അതിൽ ഒന്നാമത്തേത് അപ്പോസ്തല നടപടി 2-ാം അധികാരമാണ്. പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെട്ട് അവർകൾ അന്യഭാഷ പറഞ്ഞു. അപ്പോസ്തല നടപടി 10-ാം അധികാരത്തിലും കൊർന്നല്യോസിൻ വീട്ടിൽ പേതറ് വചനത്തെ പേസിക്കൊണ്ടിരിക്കയിൽ വചനത്തെ കേട്ടവരുടെ മേൽ ആവിയാണവർ വന്നു. അവർകൾ പലവിധ ഭാഷകളെ പേസി. ഇപ്പോൾ നമ്മൾ വായിച്ച വചനം അപ്പോസ്തല നടപടി 19-ാം അധികാരം. പൗൽ എഫേസോസിലെ ശിഷ്യരുടെ മേൽ കൈകളെ വൈത്ത് ജപിച്ചപ്പോത് പരിശുദ്ധാവി അവരുടെ മേൽ വന്നു. അവർകൾ പലവിധ ഭാഷകളെ പേശി ദീർഘദർശനം ഉരയ്ക്കുകയാ. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പം 3 വാക്യത്തിലും ദൈവമക്കളെ പരിശുദ്ധാവി ഇറങ്ങി ഉടനെ അവർ അന്യഭാഷ പേസുകയാ. അപ്പൊ ക്ലിയർ ആണല്ലോ, പരിശുദ്ധാവി നമ്മുടെ മേൽ വന്നാൽ നാം അന്യഭാഷ പേസും. അപ്പൊ അന്യഭാഷ പേസ മുടിയില്ലെങ്കിൽ അതിനുടെ അർത്ഥം എന്താ? പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ടിട്ടില്ല. കയ്യോ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ 3 നാൾക്കളും നമ്മൾ ഈ കൂട്ടത്തിന് നടുവിൽ ആശപ്പെടുന്നത് ആവീൻ അഭിഷേകമില്ലാത്ത എല്ലാവരും പരിശുദ്ധാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളോടെ കർത്തരെ സ്തുതിക്കണം. കയ്യോ ഉയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. ഈ ഫ്ലാസ്കിൽ വെള്ളം നിറഞ്ഞാൽ കണ്ടിപ്പാ കവിഞ്ഞ് വെളിയെ വരും. സ്തോത്രം. ആമേൻ. ഇതിൽ നിന്ന് വെള്ളം വരുന്നില്ലെങ്കിൽ അതിനുടെ അർത്ഥം നിറപ്പപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് വെള്ളം കവിഞ്ഞ് വെളിയെ വരാത്തത്. എന്നതുപോലെ ആവിയാണവരുടെ അഭിഷേകം നമുക്കുള്ളേ നിറഞ്ഞാൽ അന്യഭാഷ കണ്ടിപ്പാ പേസും. അങ്ങനെ അന്യഭാഷ പേസുവാൻ കഴിയാത്തവർ ഈ 3 നാൾക്കൾ ജപിക്കണം. കർത്തരേ ഉമ്മയുടെ പരിശുദ്ധ ആവിയിനാൽ എന്നെ നിറയ്ക്കുങ്കപ്പാ. ഹല്ലേലൂയ. അപ്പടി നിറവ് വരുമ്പോൾ അന്യഭാഷകളെ പേശി കർത്തരെ ആരാധിക്കാൻ ദേവൻ നിങ്ങൾക്ക് ഉദവി ചെയ്യും. നമ്പിക്കയുള്ളവർ കരങ്ങളെ അടിച്ചു കൊഞ്ച നേരം ദേവനുക്കൊന്ന് മഹിമയെ കൊടുക്കാമോ? റിബലഘടകണബലം അധുരഘടകണബലം അൽഖപ്രഭനബലം. പരിശുദ്ധാവിനാൽ എന്നെയും നിറയ്ക്കണമേ, അഭിഷേകത്താൽ എന്നെയും നിറയ്ക്കണമേ, ആവിൻ വരങ്ങളിനാൽ എന്നെയും നിറയ്ക്കണമേ, കിരുബകളാൽ എന്നെയും നിറയ്ക്കണമേ. പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ടാൽ അന്യഭാഷ പേസും. അപ്പൊ അന്യഭാഷ ഒരു കാലത്ത് ഞാൻ പേസിക്കൊണ്ടിരുന്നു പാസ്റ്റർ. ഒരു 15 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് ഞാൻ അന്യഭാഷ നല്ല പേസിക്കൊണ്ടിരുന്ന ആളാ. ആനാ ഇപ്പോ എനിക്ക് പേസ മുടിയില്ല. അപ്പടി ആരാവതിരുന്നാൽ നീങ്ക മനസ്സിലാക്കണം, ഒരു കാലത്ത് നീങ്ക അഭിഷേകത്താൽ നിറഞ്ഞു. ആനാ ഇപ്പൊ ചോർന്നു പോയി. കയ്യ ഉയർത്തി ഹല്ലേലൂയ പറയാ. നമ്മൾ ടാങ്കിൽ വെള്ളമടിച്ച് കവിഞ്ഞു വന്നാലും നമ്മളത് ഉപയോഗിക്കുമ്പോൾ ടാങ്ക് പിന്നെയും കാലിയാവും. അപ്പൊ എന്നെ ചെയ്യണം? ടാങ്കിൽ തിരുമ്പിയും വെള്ളം നിറയ്ക്കണം. കയ്യെ ഉയർത്തി കർത്താവിനെ മഹത്വം കൊടുക്കും. ഇതുപോലെ ആവീൻ അഭിഷേകം 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രാപിച്ചാൽ പോരാ. ആവീൻ അഭിഷേകം ഓരോ നാളും പുതുപ്പിക്കപ്പെടണം. സ്തോത്രം. ആമേൻ. ഇനി നമുക്ക് ഈ 2-ാം അധികാരം 4-ാമത് വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചു വരാം. അപ്പോസ്തല നടപടി 2-ാം അധികാരം 4-ാമത് വാക്യം ഒരു മുறை കൂടെ നമുക്കതൊന്ന് വായിക്കാമോ? അപ്പോസ്തല നടപടി 2-ാം അധികാരം 4-ാമത് വചനം തന്നെ ചേർന്ന് വായിക്കണം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. അവർകൾ എല്ലാരും പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ട്, അടുത്ത പദം ആവിയാണവർ തങ്ങൾക്ക് തന്തരുളിന വരത്തിൻപടി വെവ്വേറെ ഭാഷകളിൽ പേശി തുടങ്ങിനാൽ. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് അടുത്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആവിയാണവർക്കൊരു ഭാഷയുണ്ട്. കയ്യ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ മൊബൈൽ ഫോണിക്ക് ഒരു ഭാഷയുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ ഭാഷയുടെ പേരാണ് ആൻഡ്രോയിഡ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ ഭാഷയുടെ പേര് ആൻഡ്രോയിഡ് എന്നാണ്. ചിലരുടെ കയ്യിൽ ഈ ആപ്പിൾ കമ്പനിയൊക്കെ ഇറക്കുന്ന ഐഫോണുകൾ ഉണ്ടാകും. അതിൻ്റെ ഭാഷയുടെ പേര് iOS എന്നാണ്. ചില ഈ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടല്ലോ, ലാപ്ടോപ്പ്,
അതിൽ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മൊബൈൽ ഫോണിൽ തന്നെ ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്, കമ്പ്യൂട്ടറുകളിൽ വിൻഡോസ് ഉണ്ട്, കമ്പ്യൂട്ടറിന് തന്നെ വേറെയും ഭാഷയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പക്ഷികൾക്ക് ഭാഷയുണ്ട്, മൃഗങ്ങൾക്ക് ഭാഷയുണ്ട്. എനിക്ക് മലയാള ഭാഷയുണ്ട്, നിങ്ങൾക്ക് മലയാളമോ തമിഴോ ഉണ്ടാകും. കർണാടകത്തിലേക്ക് പോയാൽ കർണാടക ഭാഷയുണ്ട്, അമേരിക്കയിലെ സായിപ്പിന് അവരുടെ ഭാഷയുണ്ട്, മലമക്കൾക്ക് ഗോത്രഭാഷകളുണ്ട്. ബൈബിൾ പറയുന്നു ദൂതന്മാർക്കും ഭാഷയുണ്ട്. ഇവയെ എല്ലാം ഉണ്ടാക്കിന സർവവല്ലമയുള്ള പരിശുദ്ധ ആവി പേസത്തരുന്ന ഭാഷയാണ് അന്യഭാഷ. അതിനാൽ ഈ ഉലകത്തിലെ സകല ഭാഷയ്ക്ക് മേലെയാണ് അന്യഭാഷ. കൈ ഉയർത്തി കർത്താവ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആവിയാണവർ തങ്ങൾക്ക് തന്തരുളിന് വരത്തിൻപടിയെ വെവ്വേറെ ഭാഷ. അപ്പൊ പരിശുദ്ധ ആവി പേസത്തരുന്ന ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഈ ഭാഷയുടെ പ്രത്യേകത, പരിശുദ്ധ ആവി സകലത്തിനും മേലുള്ളവനാകയാൽ ആ ആവിയാണവർ പേസത്തരുന്ന ഭാഷയും സകല ഭാഷയ്ക്കും മേലെയാണ്. അതുകൊണ്ട് അന്യഭാഷ പേസുമ്പോൾ മന്ത്രവാദങ്ങൾ തകരും, ആഭിചാരക്കെട്ടുകൾ അഴിയും, പിശാചിന്റെ വല്ലമകൾ ഉടയും. വിശ്വാസമുള്ളവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. കുറെ കാലങ്ങൾക്ക് മുമ്പ് കേരളാവില് ലാൽ കെ തോമസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ അച്ഛൻ ഉണ്ടായിരുന്നു. RCയിലെ ഒരു ഫാദറാണ് അദ്ദേഹം. ഇദ്ദേഹം ഒരിക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ അടുക്കൽ ഒരു മുസ്ലിം പുരോഹിതൻ വന്ന് ഇരിക്കുവാൻ ഇടവന്നു. ഈ മുസ്ലിം പുരോഹിതൻ യാത്രക്കിടയിൽ ഈ അച്ഛനോട് ചോദിച്ചു, താങ്കൾ ഒരു ക്രിസ്തീയ പുരോഹിതനാണല്ലേ? അപ്പം അച്ഛൻ പറഞ്ഞു, അതെ, ഞാനൊരു ക്രിസ്തീയ ഫാദറാണ്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിൻ്റെ ഒരു പുരോഹിതനാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ മന്ത്രവാദം പഠിപ്പിക്കാറുണ്ടോ അച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ ഈ മുസ്ലിം പുരോഹിതൻ പറഞ്ഞു, തകിടുകൾ എടുത്ത് മന്ത്രമോതി ചൊല്ലി കെട്ടി കൊടുക്കാൻ ഞങ്ങൾ പഠിക്കാറുണ്ടെന്ന് മുസ്ലിം പുരോഹിതൻ പറയുകയാണ്. അത് കഴിഞ്ഞ് മുസ്ലിം പുരോഹിതൻ ചോദിച്ചു, നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലേ? ഉണ്ട്, ബൈബിൾ. മുസ്ലിം പുരോഹിതൻ പറഞ്ഞു, ഞങ്ങൾക്കുമുണ്ട് ഖുറാൻ. നിങ്ങൾക്ക് പുണ്യ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, കുരിശുമലയുണ്ട്, മലയാറ്റൂരുണ്ട്, വേളാങ്കണ്ണിയുണ്ട്, എടത്തുവ, പരിമല, മണർകാട്, ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്ന് പറയുക. അപ്പൊ ഈ ഇസ്ലാം പുരോഹിതൻ പറയുക, ഞങ്ങൾക്കും മക്ക, മദീന ഇത്യാദിയുള്ള സ്ഥലങ്ങളൊക്കെ തീർത്ഥാടന സ്ഥലം, പുണ്യസ്ഥലങ്ങളായി ഉണ്ട്. പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുസ്ലിം പുരോഹിതൻ പറഞ്ഞ ശേഷം അച്ഛൻ്റെ കയ്യെ പിടിച്ചു പറഞ്ഞു, അച്ചോ, നിങ്ങൾ സ്തോത്രം ആമേൻ ക്രൈസ്തവ അച്ഛന്മാരോട് ഞങ്ങൾ മുസ്ലിം പുരോഹിതന്മാർക്ക് പ്രത്യക്ഷത്തിൽ വിരോധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഹല്ലേലൂയ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്നേഹിതരാണെന്ന് പറയുകയാണ്. സ്തോത്രം. ഇത് കഴിഞ്ഞേച്ച് ഈ മുസ്ലിം പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, അച്ചോ, നിങ്ങളുടെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ വെള്ളയും ഇട്ട് ഇങ്ങനെ മുഴങ്കാൽ മടക്കി കൈയിട്ടടിച്ച് കലപില കലപില കലപിലാന്ന് ഒരു ഭാഷ പറയുന്ന കൂട്ടമുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പം അന്നേരം ഈ സ്തോത്രം അച്ഛൻ പറഞ്ഞു, പെന്തക്കോസ് എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഈ മുസ്ലിം പുരോഹിതൻ പറയുകയാണ്, ആമൻ, നിങ്ങൾ അച്ഛന്മാരെ ഞങ്ങൾക്കിഷ്ടമാണ്, പക്ഷെ വെള്ളയിട്ട് മുട്ടുകുത്തി ഭാഷ പറയുന്നവരെ ഞങ്ങൾക്കിഷ്ടമല്ല എന്ന് മുസ്ലിം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടമല്ലാത്തത്? കരമേർത്തെ കർത്താവിന് മുഖത്ത് കൊടുക്കാം. ഹല്ലേലൂയ. ആ സമയത്ത് ഈ മുസ്ലിം പറഞ്ഞ മറുപടി ഇങ്ങനെയാ, ആമൻ, അച്ചോ, ആമൻ, സ്തോത്രം, നിങ്ങള് സ്തോത്രം ഈ എന്താ പറയുക, ഇങ്ങനെ ഞങ്ങൾ ഈ മന്ത്രത്തിന്റെ തകിടുകളൊക്കെ എടുത്ത് ചൊല്ലി ഓതി കെട്ടി കൊടുത്തു വിടാറുണ്ട്. അതെല്ലാം
ഫലിക്കാറുണ്ട്. സ്തോത്രം. നിങ്ങൾ ക്രിസ്തീയ അച്ഛന്മാര് എത്ര ആരാധന കഴിച്ചാലും ഞങ്ങൾ ഓതി വിടുന്ന ഒരു കാര്യത്തിൻ്റെയും കെട്ടുകൾ അഴിഞ്ഞു പോകാറില്ല. പക്ഷേ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പുകാരുണ്ടല്ലോ അച്ചോ, അവരിങ്ങനെ മുഴങ്കാൽ മടക്കി നിന്ന് കൈയിട്ടടിച്ചൊരു ഭാഷ പറയും. ഇവർ ഈ ഭാഷ പറഞ്ഞിട്ട് ഞങ്ങൾ ചൊല്ലിയതും ഓതിയതും കെട്ടിയതെല്ലാം തായ് വേരോടെ അഴിച്ചു കളയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പെന്തക്കോസുകാരെ ഇഷ്ടമല്ല എന്ന് ഈ മുസ്ലിം പുരോഹിതൻ വിളിച്ചു പറയുമ്പോൾ ക്രൈസ്തവ അച്ഛൻ്റെ കണ്ണ് തുറന്നു. കരമയർത്തെ കർത്താവിന് മഹത്വം കൊടുക്കാം. അച്ഛൻ ഒരു കാര്യം മനസ്സിലായി. ഞാന് സ്തോത്രം ഈ കൊടയും വടിയുമായിട്ട് നടക്കുന്നല്ലാതെ സ്തോത്രം ഈ മുസ്ലിങ്ങൾ കെട്ടുന്ന ഒരു കെട്ടുപോലും അഴിച്ചു വിടുവാൻ എനിക്ക് ശക്തിയില്ല എന്നുള്ളത് അച്ഛൻ മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും പരിശുദ്ധാവീൻ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ അച്ഛൻ അത് സാക്ഷ്യം പറയുന്നത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മന്ത്രവാദം ചെയ്യുന്നവർ വരെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മുഴങ്കാൽ മടക്കി പരിശുദ്ധാവി കൊടുക്കുന്ന അന്യഭാഷ പറയുമ്പോൾ മന്ത്രവാദികൾ കെട്ടണ കെട്ടുകൾ പോലും അഴിക്കപ്പെട്ടു പോകുന്നെന്ന്. അത് എങ്ങനെയാ നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ വായിച്ച വചനം, അവർകളെല്ലാം പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ട് ആവിയാണവർ തങ്ങൾക്ക് തന്തരുളിന വരം അത് വെവ്വേറെ ഭാഷകളായി പേശുമ്പോൾ ഏത് മന്ത്രവാദിയുടെ കോട്ടകളും തകർന്നു വീഴുവാനിട വരും. അതുകൊണ്ട് ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച് ഈ അന്യഭാഷ പറഞ്ഞു തുടങ്ങ്. ഒരു വേദക്കാരന്റെ കെട്ടുകളും നിന്നെ തൊടാതെ മതി. കർത്തർ ഉനക്കായി ക്രിയ ചെയ്യും. നമ്പിക്കുള്ളവർ നല്ല കൈയെ അടിച്ച് യേശുവിന്റെ മഹത്വം മഹത്വം മഹത്വം. ഓ റബൽ ഖമാന ബല ഹസ്തന ബല 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 ബലബ. നന്ദി ആവിയാണവരേ, നന്ദി ആവിയാണവരേ. ഉമക്ക് സ്തോത്രമപ്പ സ്തോത്രമപ്പ. റിബല ഗടഗണഗ ധുരാനബ ധുരാനബൽ ഖമാന ബലബ. യേശുവിന്റെ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അന്യഭാഷകൾ പേശി ആരാധിക്കുമ്പോൾ ശാപങ്ങളൊക്കെ തകർന്നു പോകും. കാരണം ഈ മനുഷ്യർ വാക്കുകൾ കൊണ്ടാണ് സ്തോത്രം ശാപം പറയുന്നത്. കരമേർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. വാക്കുകൾ കൊണ്ടാണ് ശാപങ്ങൾ പറയുന്നത്. സ്തോത്രം. നീ മുടിഞ്ഞു പോകും, നീ തകർന്നു പോകും, നീ നന്നായി വരത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചാണ് ശപിക്കുന്നത്. എന്നാൽ അന്യഭാഷകൾ ഉച്ചരിക്കുമ്പോൾ ആവിയാണ് അവർക്ക് ഇതെല്ലാം തിരിയും. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇവർകൾ ഓതിയതും ചൊല്ലിയതും കെട്ടിയതും എല്ലാം അന്യഭാഷകളിലൂടെ ആവിയാണവർ തിരിച്ചടിക്കും. പ്രത്യാശയുള്ളവർ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. അതുകൊണ്ട് നീങ്ക എത്രത്തോളം ഈ കൂട്ടത്തിൽ അന്യഭാഷയിൽ പേശി കർത്തരെ ആരാധിക്കാൻ കൃപകൾ കിട്ടിയിട്ടുള്ളവർ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? അന്യഭാഷകളിൽ പേശി ആരാധിക്കുവതർക്ക് കൃപ കിട്ടിയിട്ടുള്ളവർ ആമേൻ. സംശയമുണ്ട് ചിലർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ. നന്നായിട്ട് കൈ ഉയർത്തിക്കേ. സ്തോത്രം. ഞാനൊന്ന് നോക്കട്ടെ. ഹല്ലേലൂയ. ഓക്കെ, ചിലർക്കൊക്കെയാണ് ഇനിയും കിട്ടാനുള്ളത്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ബാക്കിയുള്ളവരെയും കർത്താവ് നിറയ്ക്കും. പ്രത്യാശയുള്ളവർ ചേർന്ന് ഹല്ലേലൂയ പറയും. അപ്പോൾ അന്യഭാഷ പരിശുദ്ധാവി ഉച്ചരിപ്പാൻ നൽകുന്ന വാക്കുകളായതുകൊണ്ട് സ്തോത്രം ഇത് നമ്മൾ പറയുമ്പോൾ ആമേൻ ബാക്കി ഈ ഉലകത്തിലെ മന്ത്രവാദികളൊക്കെ പറഞ്ഞതും മോദിയതും കെട്ടിയതൊക്കെ ആവിയാണവർ തിരിച്ചഴിക്കും. പ്രത്യാശയുള്ളവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 3 വിധത്തിൽ നമുക്ക് അന്യഭാഷ കിട്ടും. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കരുത്. നമ്പർ 1, അന്യഭാഷ ആമേൻ നമുക്ക് പേശുവാൻ തരുന്നത് പരിശുദ്ധ ആവിയാണ്. നമ്പർ 2, ആമൻ പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോഴാണ് അന്യഭാഷ കിടക്കുന്നത്. ആമൻ 3, ആമൻ പരിശുദ്ധ ആവി നമ്മെ ഉണ്ടാക്കിന ദേവനായതുകൊണ്ട് ഈ ആവിയാണവർ പേശത്തരുന്ന അന്യഭാഷ പേശുവാൻ വെക്കപ്പെട വേണ്ട. കൈ ഉയർത്തി ഹല്ലേലൂയ. 4,
സ്തോത്രം. അന്യഭാഷ ആമൻ സകല ഭാഷയ്ക്ക് മേലെയാണ്. ഹല്ലേലൂയ. കാരണം അത് പേസത്തരുന്ന ആവിയാണവർ സർവത്തിനും മേലുള്ളവരാണ്. ഈ കാര്യമാണ്, 4 കാര്യമാണ് നമ്മൾ പ്രധാനമായി പഠിച്ചത്. ഇനി 3 വിധത്തിൽ നമുക്ക് അന്യഭാഷ കിടക്കും. എത്ര വിധത്തിൽ? 3 വിധത്തിൽ കിടക്കും. അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ആമേൻ. അപ്പോസ്തല നടപടികൾ തന്നെ അതിനുടെ 1-ാം അധികാരം 4-5 2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. അപ്പോസ്തല നടപടി 1-ാം അധികാരം അതിനുടെ 4-5 2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കണം. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അന്യഭാഷ ഈ ആർക്കെല്ലാം കിടക്കും? സ്തോത്രം. ഇവിടെ മുതലാവത് പറയുവാണ്, കാത്തിരിക്കുന്നവർക്ക്. നീങ്ക യെരൂശലേമെ വിട്ട് വാങ്ങിപ്പോകാതെ എന്നിടത്തിൽ കേൾവിപ്പെട്ട പിതാവിൻ വാഗ്ദത്തം നിറവേറാൻ കാത്തിരിങ്ങളെന്ന് കട്ടളയിട്ടാൻ. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ വീട് കിട്ടാനായിട്ടൊക്കെ ചില ആളുകൾ കാത്തിരിക്കും. നല്ല കാറ് കിട്ടാൻ കാത്തിരിക്കും. വെളിനാട്ടിലേക്ക് പോകാൻ ഒരു വിസ കിടക്കുവാൻ ചിലര് കാത്തിരിക്കും, ഇല്ലേ? അതുപോലെ തന്നെ പരീക്ഷ എഴുതി, എക്സാം എഴുതി റിസൾട്ട് വരുവാനായി ചിലര് കാത്തിരിക്കും. തിരുമനം നടക്കുവാനായി കാത്തിരിക്കും. അങ്ങനെ ഉലകത്തിലെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട്. യേശു പറയുകയാ, നീങ്ക പരിശുദ്ധാവിൻ സ്നാനത്തുക്കായി കാത്തിരിക്കണം. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇപ്പടി കാത്തിരിക്കുന്നവർക്കാണ് ആവീൻ അഭിഷേകം കിടക്കുന്നത്. സ്തോത്രം. ഈ സഭയിൽ വരുന്ന എല്ലാവർക്കും ആവീൻ അഭിഷേകം കിടക്കണമെന്നില്ല. ആമൻ. കാത്തിരിക്കുന്നവർക്ക് കിടക്കും, വാഞ്ചിക്കുന്നവർക്ക് അത് കിടക്കും. സ്തോത്രം. നമ്മുടെ ഈ എന്താ പറയുക, റേഷൻ കടകളിൽ, ഇവിടെ ഇപ്പം അടുത്ത് റേഷൻ കട കണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പം ഈ റേഷൻ കടകളിലൊക്കെ എല്ലാ മാസത്തിലും എല്ലാ വാരത്തിലും നമുക്ക് വേണ്ടുന്ന അരിയും സാധനങ്ങളൊക്കെ വരും. സ്തോത്രം. എന്നാൽ ഒരു റേഷൻ കടക്കാരനും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി തരില്ല, അല്ലേ? സ്തോത്രം. എല്ലാ മാസവും എല്ലാ വാരവും നമുക്ക് തേവയാണത്, നമുക്ക് കാർഡിൽ അനുവദിച്ചിട്ടുള്ളത് കടകളിൽ വരും. ആമേൻ. നമുക്ക് വേണമെങ്കിൽ എന്നെ ചെയ്യണം? നാം പോയി ക്യൂ നിന്ന് അതേ വാങ്ങിക്കൊള്ളണം. കൈ ഉയർത്തി കർത്താവിന് മുഖത്ത് കൊടുക്കാം. ഇതുപോലെ പരിശുദ്ധാവീൻ അഭിഷേകം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്തർ ഈ ഭൂമിയിൽ പകർന്നിരിക്കുകയാ. ആമേൻ. ഉങ്ങളുടെ പങ്ക് വാങ്ങുവതற்கு നീങ്ക ജപമുറയിൽ അതുക്കായി കാത്തിരിക്കണം. കൈ ഉയർത്തി ദൈവത്തിന് മുഖത്തും കൊടുക്കാം. അതുകൊണ്ടാണ് യേസപ്പ ചൊല്ലിയത്, നീങ്ക എന്നെ ചെയ്യ വേണം? ആവീൻ അഭിഷേകത്തുക്കായി കാത്തിരിക്ക വേണം. ഈ കാത്തിരിപ്പാണ് അപ്പോസ്തല നടപടി 2-ാം അധികാരം 1 മുതൽ 4 വരെ. നമുക്ക് ചേർന്ന് വായിക്കാമോ? അപ്പോസ്തല നടപടി 2-ാം അധികാരം 1 മുതൽ 4 വരെയുള്ള വാക്യം. ആവീൻ അഭിഷേകത്തുക്കായി കാത്തിരിക്കണമെന്ന് യേസപ്പ കട്ടള ഇട്ടതിൻപടി അവർ കാത്തിരിക്കുന്നതാണ് 2-ാം അധികാരം 1-4. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാ. കണ്ടോ? പെന്തക്കോസ്ത് എന്ന നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഒരുമനപ്പെട്ട് ഒരിടത്ത് എന്നെ ചെയ്തു കൂടി വന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവർകളോട് കാത്തിരിക്കാൻ യേസപ്പ കട്ടളയിട്ടു. അതിൻ പ്രതി അവർ കാത്തിരിക്കുന്നതാണ് അപ്പോസ്തല നടപടി 2-ാം അധികാരം 1 മുതലുള്ള വാക്യം. ഇവർ കാത്തിരുന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന മുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ പരിശുദ്ധാവീൻ വല്ലമേ അവർക്കുള്ള ഇറങ്ങി. അവർ എല്ലാവരും പരിശുദ്ധാവീനാൽ നിറപ്പപ്പെട്ട്
അന്യഭാഷകളിൽ പേശി കർത്തരെ ആരാധിച്ചു. ദേവപിള്ളകളെ, ഇங்கே നമ്മൾ വചനത്തെ വാസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ പെന്തക്കോസ് നാളിൽ 120 പേര് കാത്തിരിക്കുമ്പോൾ യാരുടെയും തലയിൽ കൈവച്ച് ജപിച്ചില്ല. യാർക്കാകവും കൈ കോർത്ത് പിടിച്ച് ജപിച്ചതുമില്ല. ആനാ അവർകൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുമ്പോൾ ആവിയാണവർ താമേ അവരുടെ മേൽ ഇറങ്ങി അവർകൾ അന്യഭാഷകളിൽ നിറഞ്ഞാരാധിച്ചു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. അന്യഭാഷ കിടക്കുന്ന മുതലാവത് വിധം യാരുടെയും തലയിൽ കൈവയ്ക്കാതെ തന്നെ, യാർക്കാവും പ്രാർത്ഥിക്കാതെ തന്നെ, സ്തോത്രം, നാം തനിയായി നമ്മുടെ വീട്ടുക്കുള്ളിലോ സഭയ്ക്കുള്ളിലോ ജപിച്ചിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാവി താമേ ഇറങ്ങി ഒരു ചിലർകളെ നിറയ്ക്കും. അതാണ് അന്യഭാഷ കിട്ടുന്ന ഒന്നാമത്തെ വിധം. ആരുടെയും കൈവെപ്പില്ലാതെ കാത്തിരിക്കുന്നവരെ ആവിയാണവർ നിറയ്ക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് വന്ന സമയത്ത് ഊളിയർക്ക് പലരുടെയും വീടുകളിൽ പോകാൻ പറ്റില്ലായിരുന്നു. ആനാലും സ്തോത്രം, വീട്ടിൽ തനിയായിരുന്ന് ഹൃദയം നുറുങ്ങി ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ഒത്തിരി പേരുണ്ട്. കയ്യോ ഉയർത്തി ഹല്ലേലൂയ. മനസ്സിലായോ? പാസ്റ്റർമാർക്ക് എന്നെ ചെയ്യാൻ മുടിഞ്ഞില്ല, ആരുടെയും വീട്ടിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഹൃദയം നുറുങ്ങി വീട്ടുക്കുള്ളേ തനിയായി ജപിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ഒത്തിരി പേരുണ്ട്. ചേർന്ന് ഹല്ലേലൂയ പറയും. പിന്നെ ഇന്ത മാതിരി ഓൺലൈൻ സും മീറ്റിങ്ങുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പാത്തുകൊണ്ടിരിക്കുന്ന അനേകർ വീട്ടുക്കുള്ളേ അഭിഷേകം പ്രാപിച്ചവരുണ്ട്. ഹല്ലേലൂയ. TV-യിൽ ക്രിസ്തീയ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഓൺലൈനിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ഒത്തിരി പേരുണ്ട്. സ്തോത്രം. അപ്പം ഞാൻ പറയുന്നത്, ഈയിടെ ഇവിടെ വില്ലിക്കുറിയിൽ ഒരു 2 വാരം മുമ്പ് ഒരു വീട്ടിൽ ഞാനൊരു പ്രയറിന് പോയി. അപ്പം ദൈവമക്കളെ, ഞാൻ അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് അവരൊരു CSI ഫാമിലിയാണ്, CSI കുടുംബമാണ്. പെന്തക്കോസ് അനുഭവങ്ങളൊന്നും അവർക്കില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന സമയം അവിടുത്തെ മകള്, ഒരേ ഒരു മോളേ ഉള്ളൂ, അവൾക്ക് PhD ചെയ്തുകൊണ്ടിരിക്കുക, PhD പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. ഇനി ഇന്നിപ്പോൾ കംപ്ലീറ്റ് ആവാറായി. അപ്പം ആള് ഡോക്ടറാണ്. ദൈവമക്കളെ, ഈ മോളോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചോ, രക്ഷിക്കപ്പെട്ടതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഉടനെ ആ സഹോദരി പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാ പ്രാപിച്ചേ? കാരണം അവർ CSIയിലാണല്ലോ പോകുന്നത്. അപ്പം അന്നേരം ഉടനെ ആ സിസ്റ്റർ പറയുക, പാസ്റ്ററേ, 2 മാസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഇങ്ങനെ യേശുവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു, യേശുവേ, എൻ്റെ അപ്പയും അമ്മയുമല്ല, നീ എനിക്കൊരു ഗിഫ്റ്റ് തരണം. ബർത്ത്ഡേക്ക് എന്നെ ചെയ്യണം? യേസപ്പ, നീങ്ക എനിക്കൊരു ഗിഫ്റ്റ് തരണം, ഒരു സമ്മാനം തരണം. ഇങ്ങനെ ഞാൻ എൻ്റെ മുറിക്കകത്ത് യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാവിൻ ശക്തി എന്മേൽ ഇറങ്ങി വന്നു. പാസ്റ്റർ, എൻ നാവിൽ പുതിയ ചില ഭാഷകൾ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭാഷകൾ പറഞ്ഞ് ആരാധിക്കുന്നത്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഞാനെന്നെ ആശ്ചര്യപ്പെട്ടു പോയി. സ്തോത്രം. ഒരു ഊഴിയക്കാരൻ അവിടെ ചെന്നില്ല. സ്തോത്രം. ഒരു പാസ്റ്റർ ഒരു കാത്തിരിപ്പ് കൂട്ടം നടത്തിയില്ല, ആരും കൈവച്ചില്ല. ആന കർത്തരെ, இந்த ബർത്ത്ഡേക്ക് നീങ്ക എനക്ക് എന്നെ തരും എന്ന് പറഞ്ഞ് ജപിച്ചിട്ടിരിക്കുമ്പോൾ കർത്തർ കൊടുത്ത സമ്മാനം കേക്കല്ല, കർത്തർ കൊടുത്ത സമ്മാനം മാമൻ ഈ സ്വർണ്ണ ആഭരണം ഒന്നുമല്ല, കാറല്ല, വീടല്ല, പരിശുദ്ധാവീൻ അഭിഷേകം. കയ്യോ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം CSIയിലും RCയിലും യാക്കോബായിലും ഓർത്തഡോക്സിലും ലൂതറണിലും എല്ലാ സഭകളിലും കർത്തരെ ഭയപ്പെടുന്ന ഒരു ചിലരുണ്ട്. അവർകളെയാണ് കാലാകാലങ്ങളിൽ ദൈവം വേർതിരിക്കുന്നത്. ചേർന്ന ദൈവത്തിന് നമ്മളൊക്കെ അങ്ങനെ, ഞാനും ഒരു RC പോലെ ഒരു യാക്കോബായ പള്ളിയിൽ എന്താ പറയുക, ജനിച്ച് ജീവിച്ച് കുർബാന കണ്ടുകൊണ്ടിരുന്ന ആളാ. സമയമായപ്പം
ദൈവം എന്നെയും വേർതിരിച്ചു. കുഞ്ഞുനാളിൽ എനിക്ക് പെന്തക്കോസൊന്നും അറിയില്ലേലും പള്ളിയിലെ ഭക്തി കൂടുതലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും കുരിശു വരയ്ക്കുകയും 3 പ്രാവശ്യമാണ് സാധാരണ ഞങ്ങൾ വരയ്ക്കുന്നത്. ഞാൻ 20 പ്രാവശ്യമൊക്കെ വരയ്ക്കുമായിരുന്നു. ഇങ്ങനെ കുരിശു വരച്ച് കുമ്പിട്ട് അങ്ങനെ 20 പ്രാവശ്യം കുരിശ് വരച്ച് കുമ്പിട്ടായി കിടന്നുറങ്ങുന്നത്. ഇപ്പം അതിലൊരു കാര്യമില്ല എന്നറിയാമെങ്കിലും അന്നത്തെ ആ ഒരു ഭക്തി ഇത് ദൈവം കണ്ടു. അതുകൊണ്ടായിരിക്കും എന്നെ വേർതിരിച്ചത്. കയ്യോ ഉയർത്തി ഹല്ലേലൂയ പറയാം എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ഒരു കാലത്ത് ഇതുപോലെ പല ഇടങ്ങളിൽ കിടന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ കൂടി വന്ന് ഈ പെന്തക്കോസ് അനുഭവത്തിൽ ആരാധിക്കുന്നതിന്റെ കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടൊരു വാഞ്ച ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ ദൈവമക്കളെ, ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറഞ്ഞത് ആരും കൈവയ്ക്കാതെ ഒരു ചിലരെ പരിശുദ്ധാവി അഭിഷേകം ചെയ്യും. കേരളാവിൽ സാമച്ചൻ എന്ന് പറയുന്ന ഒരു പെരിയ ഊളിയക്കാരനുണ്ട്. ഒരു പെരിയ പ്രോഫറ്റാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ദീർഘദർശിയാണ്. ദൈവമക്കളെ, ആ പാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ കേട്ടതാ. പേരൊക്കെ വിളിച്ച് പ്രവചിക്കുന്ന ശക്തനായ ഒരു ദൈവദാസനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ആമേൻ, അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിച്ച് 2 വർഷം അദ്ദേഹം ദൈവദാസന്മാരുടെ അടുക്കലെല്ലാം പോയി ഇരിക്കുമായിരുന്നെന്ന്. സ്തോത്രം. ഇങ്ങനെ കൂട്ടം നടക്കുമ്പോൾ പോയി ഫ്രണ്ടിൽ ചെന്നിരിക്കും. പാസ്റ്റർമാർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പം ഒത്തിരി പേര് അഭിഷേകം പ്രാപിക്കും. ഇദ്ദേഹത്തിന് മാത്രം കിട്ടത്തില്ല. ചില സ്ഥലത്ത് ചെയറുകൾ മാത്രം ഇട്ടിട്ടൊക്കെയുള്ള ആരാധനാലയങ്ങളുണ്ട്. അപ്പൊ ചെയർ മൊത്തം ഫില്ലായിരിക്കും. എന്നാലും ഈ പാസ്റ്റർ വന്ന് ഫ്രണ്ടിൽ തറയിലിരിക്കും. കാരണം ഫ്രണ്ട് മുതൽ എല്ലാ ചെയറിലും ആളുകൾ നിറഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇരിക്കാൻ സ്ഥലമില്ല. പുള്ളിക്ക് ബാക്കിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല. കാരണം ദൈവശക്തി കുറഞ്ഞു പോയാലോ എന്നുള്ള പേടി കൊണ്ട് ഇവിടെ സ്ഥലം ഇല്ലെങ്കിലും എന്ത് ചെയ്യുമെന്നറിയോ, ഈ ആളുകൾ ഇരിക്കുന്ന ചെയറിന്റെ ഫ്രണ്ടിൽ വന്ന് തറയിലിരിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും, എന്നെ ഒന്ന് നിറയ്ക്കണേ എന്ന്. എന്നിട്ടും പാസ്റ്റർമാര് കൈവയ്ക്കാത്ത സമയമുണ്ട്. കരമേർത്തി ഹല്ലേലൂയ. ഇങ്ങനെ ഭാരപ്പെട്ട് ഒരിക്കൽ തൻ്റെ വീട്ടിൽ കട്ടിലിന്റെ കീഴിൽ ഈ ദൈവദാസൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം, പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി തൻ്റെ മേലേക്ക് ഇറങ്ങി. താന് ഒരു പാസ്റ്ററും കൈവയ്ക്കാതെ തന്നെ അന്യഭാഷകളിൽ നിറഞ്ഞ് താൻ ദൈവത്തെ ആരാധിച്ചു എന്നാണ് തൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടത്. ആമൻ. 1-2 മണിക്കൂർ സമയം എന്തോ താൻ വളരെ നിറവിൽ ദൈവത്തെ ആരാധിച്ചു. ആരാധനയെല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ തൻ്റെ ചുറ്റിലും വന്ന് കൂടി നിൽക്കുക. ഇവന് വല്ല ഭ്രാന്ത് പിടിച്ചോന്നറിയാൻ. കാരണം അമ്മ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി ഇരുന്നല്ലേ. തിടീന്ന് ദൈവശക്തി പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ശക്തമായി എല്ലാം മറന്ന് ഒച്ചത്തിൽ ആരാധിച്ചപ്പോ ഇതാദ്യത്തെ അനുഭവമായത് കൊണ്ട് ആളുകളെല്ലാം അത്ഭുതം കൊണ്ട് വന്ന് നോക്കി ഇവൻ എന്തു പറ്റിയെന്ന്. സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ അഭിഷേകം പ്രാപിച്ച ആ ദൈവദാസൻ ഇന്ന് അനേക രാജ്യങ്ങളിൽ കർത്തരിക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത്, വാഞ്ചയുള്ള ഒരാളെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിന്നെ നിറയ്ക്കാൻ കർത്തർ വിശ്വസന. പുരിയുന്നവർ കയ്യെ അടിച്ച് ഹരിബലഘടകനബലം. അതുകൊണ്ട് കാത്തിരിക്കുന്നവരെ ദേവാവിയാണവർ അഭിഷേകത്താൽ നിറയ്ക്കും. ഹരിബലഘടകം വാഞ്ചയായിരിക്കുന്നവരെ പരിശുദ്ധാവിയാണവർ അഭിഷേക വല്ലമയാൽ നിറയ്ക്കും. ചില മിനിറ്റുകൾ എല്ലാവരും നല്ല കയ്യെ അടിച്ച് വായെ തുറന്ന് ഉത്സാഹമായി அப்படியே கொஞ்ச நேரம் ஆவியினால் நிறைஞ்சு கர்த்தரை ஆராதிക്കാം. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കുക. സ്തോത്രം. അപ്പൊ കാത്തിരിക്കുന്നവർക്ക് പരിശുദ്ധാവിൻ അഭിഷേകം കിടക്കും. ഇനി രണ്ടാമത്, വചനം പേശിക്കൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ കിട്ടും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല നടപടികൾ 10-ാം അധികാരം 44-45 വാക്യങ്ങൾ. സ്തോത്രം. അപ്പോസ്തല നടപടി 10-ാം അധികാരം 44-45 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണം. 1, 2, 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. കണ്ടോ? സ്തോത്രം. இந்த വാർത്തകളെ പേതറു പേശിക്കൊണ്ടിരിക്കയിൽ വചനത്തെ കേട്ട യാവരുടെ മേലും പരിശുദ്ധ ആവിയാണവർ
இறங்கினார். அவர்கள் என்ன செய்து? பலவித பாஷைகளை. அப்போ ഈ വാക്യപ്രകാരം ഊഴിയர்கள் വചനം പേശിക്കൊണ്ടിരിക്കുമ്പോൾ ആവിயின் അഭിഷേകം ഇറങ്ങും. ചിലർക്ക് അന്യഭാഷ കിടക്കും. കയ്യെ ഉയർത്തി കർത്താവിന് മുഖത്ത് കൊടുക്കാം. അപ്പം മുതലാവത് കാത്തിരിക്കുന്നവർക്ക് യാരും കൈവയ്ക്കാതെ തന്നെ പരിശുദ്ധാവി ഒരു ചിലർകളെ അഭിഷേകം ചെയ്യും. 2, വചനത്തെ പേശിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം കിടക്കും. ഈ ഞാൻ മുമ്പ് പറഞ്ഞ CSI, CMS, ലണ്ടൻ മിഷൻ, ലൂതറൻ, യഹോവ സാക്ഷി, സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകൾ, ഇവാഞ്ചലിസ്റ്റ് ചർച്ചുകാര്, മർത്തോമക്കാര്, യാക്കോബക്കാര്, ബ്രദറുകാര്, ബാപ്റ്റിസ്റ്റുകാര്, ഒരുപാട് സഭകളുണ്ട് ഈ ലോകത്ത്. ഇവരെല്ലാം പെന്തക്കോസ് അനുഭവം പ്രാപിച്ച ഈ സഹോദരങ്ങളോട് ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാറുണ്ട്: നിങ്ങൾ എന്തിനാണ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ കൈയടിച്ച് അന്യഭാഷ പറയുന്നത്? നിങ്ങൾക്ക് ഈ കൊരവയിടാൻ ആരാണ് അധികാരം തന്നത്? സ്തോത്രം. നിങ്ങൾക്ക് ശാന്തമായി അമൈതിയായിരുന്ന് വചനം കേട്ടുകൂടെ? വചനം പഠിച്ചുകൂടെ? വചനം പേശിക്കൊണ്ടിരിക്കുമ്പോഴും ഊളിയക്കാരനെ പേശ വിടാതെ ഇപ്പടി ഇങ്ങനെ കലപില 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 എന്ന് ഭാഷ പറഞ്ഞ് ഏൻ அந்த മീറ്റിംഗെ ഡിസ്റ്റർബ് ചെയ്യണം? ഇത് യാർ ഉങ്ങൾക്ക് കട്ടിക്കൊടുത്തത് എന്നെല്ലാം നിറയെ പേര് പെന്തക്കോസ്തുകാരോട് കേൾവി കേൾക്കും. അവർക്കുള്ള ഒരു മറുപടിയാണ് இந்த വചനം. കയ്യെ ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കുക. അപ്പോസ്തലനായ പേതരു കൊർന്നല്യൂവിന്റെ കൂട്ടായ്മയില് ദേവനുടെ വചനത്തെ പേശിക്കൊണ്ടിരിക്കുമ്പോ വചനം കേട്ടവരുടെ മേല് ആവിയാണവർ ഇറങ്ങി വന്നു. അന്ത ടൈമിൽ ബൈബിൾ പറയുന്നു, അവർകൾ പലവിധ ഭാഷകളെ പേശി കർത്തർക്ക് മഹിമയെ കൊടുത്തു. കയ്യെ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പേതരു ദേവനുടെ വചനത്തെ ഇങ്ങനെ പേശിക്കൊണ്ടിരിക്കുമ്പോൾ ആവിയാണവർ അങ്ങേ ഇറങ്ങി വന്നു. അപ്പൊ പേതർ പറഞ്ഞു, ആവിയാണവരെ നീങ്ക ഇപ്പൊ വരക്കൂടാതെ ഞാനൊരു മെസ്സേജിന്റെ കുറിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ത കുറിപ്പ് മൊത്തം പോയിന്റ് ബൈ പോയിന്റ് ആയി ആ ചെയ്തി കൊടുത്ത് മുടിച്ച പിൻപ് ഉമക്ക് വരുവാനുള്ള ചാൻസേ തരാം. അപ്പൊ നീങ്ക വന്നാ മതി, ഇപ്പോ വരക്കൂടാതെ. அப்படி ஏதாவது பேதர் சொல்லியா? ஸ்தோத்திரம். பேதர் வசனத்தை பேசிக்கொண்டிருக்கையில் ஆவியானவர் இந்த பிள்ளைகட மேல் இறங்கினார். ஹல்லேலூயா. அந்த டைமில் பேதர் வாயை அடைச்சு ஆவியானவர் ஜனத்தின் வாயை തുറന്നു. അവர்கள் പലവിധ ഭാഷകളെ പേശി കർത്തർക്ക് മഹിമയെ കൊടുത്തു. അതുകൊണ്ട് ദേവപിള്ളകളെ, വചനം പേശിക്കൊണ്ടിരിക്കുമ്പോൾ ദേവപിള്ളകൾ അന്യഭാഷകളിൽ കർത്തർക്ക് മഹിമയെ കൊടുക്കുന്നത് ബൈബിളിൽ ഉള്ളതാ, പെന്തക്കോസ്തുകാര് കണ്ടുപിടിച്ചതല്ല. പുരിയുന്നവർ കയ്യെ ആടിച്ച് ഇന്ന് രാത്രി ദേവനുക്ക് യേശുവിന്റെ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധ ആവിയിൻ നിറവിൽ ஊழியர்கள் വചനത്തെ பேசும்போது ആവിയാണവർ ഉങ്ങൾക്കൊരു ഏവുള്ളതെ തന്നാൽ, സ്തോത്രം, ധൈര്യമായി അന്യഭാഷ പേശി കർത്തരെ തുതിക്കാം. കൈ ഉയർത്തി കർത്താവിന് നമുക്ക് കൊടുക്കാം. സ്തോത്രം. വചനം പേശിക്കൊണ്ടിരിക്കുന്ന അഭിഷേകം. ഞാൻ ഈയിടെ ഇവിടെ പള്ളിയാടിയിൽ ഒരു ചർച്ചില് ഒരു ഊളിയത്തൊക്കെ വന്നപ്പോ വചനം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പം 2 പിള്ളകള് ഇങ്ങനെ എന്താ പറയുക, ഞോണ്ടി കളിക്കുന്നത് കണ്ടു. അപ്പൊ എനിക്ക് കോപം വന്നിട്ട് ഞാൻ അവരെ നല്ല തിട്ടി, നല്ല വഴക്ക് പറഞ്ഞു. അങ്ങനെ ചെയ്യരുത്, അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കൂട്ടം മുടിഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു, അവൻ നന്നായി പാസ്റ്ററെ, ഒന്നുകൂടെ പറയണ്ടായിരുന്നു, എന്നും അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ ഞോണ്ടി കളിച്ചുകൊണ്ടേയിരിക്കും കൂട്ടത്തിലിരിക്കുമ്പം എന്നിങ്ങനെ പാസ്റ്റർ പറഞ്ഞു. പിറ്റേ ദിവസം കാലൈ കൂട്ടത്തിന് ഞാൻ ചെന്നപ്പോ അന്ത പിള്ള ഏറ്റവും ഗവനമായിരിക്കുന്നത് കണ്ടു. നല്ല ശ്രദ്ധയോടെ വചനം കേൾക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം. അടുത്ത സെക്ഷനിൽ പിന്നെയും അടുത്ത സെക്ഷനിൽ ഞാൻ ഇങ്ങനെ വചനം സംസാരിക്കുമ്പോൾ ഈ കുട്ടി ചട്ടപ്പടയെന്ന് വാക്യമെടുത്ത് വായിക്കുക. കാരണം 2-3 സഹോദരിമാരാണ് ആ ചർച്ചിൽ വാക്യം വായിക്കുന്നത്. എന്നാൽ
ഈ മോൻ മൂന്നാമത്തെ സെക്ഷൻ മുതൽ ഇവർക്കാർക്കും കൊടുക്കത്തില്ല. വാക്യം പറഞ്ഞ് തീരും മുമ്പ് അവൻ എടുക്കും, ചാടി വായിക്കും. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഏൻ இந்த പിള്ളക്ക് ഇത്ര മാറ്റം? കയ്യോ ഉയർത്തി കർത്താവിന്റെ മുഖത്ത് കൊടുക്കുക. നൈറ്റ് സെക്ഷനിൽ പരിശുദ്ധാവിന് അഭിഷേക കൂട്ടം മുടിഞ്ഞ് സാക്ഷിക്ക് സമയം കൊടുക്കുമ്പോൾ இந்த പിള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്റർ, നീങ്ക എന്നെ കഴിഞ്ഞ ദിവസം നീ എന്നെ വഴക്ക് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ, കോപിച്ചില്ലേ? അതുക്ക് ശേഷം അടുത്ത സെക്ഷനിൽ വചനം പേസുമ്പോ ഞാൻ ഗവനമായി അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ആവിയിൻ വല്ലമേ എന്മേൽ ഇറങ്ങി എനിക്ക് അന്യഭാഷ കർത്തർ കൊടുത്തു. കയ്യെ ഉയർത്തി ദൈവത്തിന് മുഖത്തം കൊടുക്കുക. അപ്പോ തലേന്ന് കർത്തർ അന്യഭാഷ കൊടുത്തതിനുള്ള റിസൾട്ടാണ് പിറ്റേ ദിവസം അവന്റെ വാഴ്ക്കയിലുണ്ടായ ആ മാറ്റം. വചനത്തെ ചടപടാന്ന് എടുത്ത് വായിക്കുവാൻ ഒരു ഉത്സാഹം അവനുക്കുള്ളേ വന്നത്. അപ്പടിയാണ് നമ്മുടെ പിള്ളകളെല്ലാം പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെട്ടാൽ അവരുടെ ആവിക്കൂറിയ വാഴ്ക്കയിൽ പെരിയ മാറ്റങ്ങൾ കിടക്കും. നம்பிக்கைയുള്ളവർ കൈയെ അടിച്ച് വചനം പേശിക്കൊണ്ടിരിക്കുമ്പോൾ ആവിൻ അഭിഷേകം വരും, പരിശുദ്ധാവിൻ നിറവ് വരും. പരിശുദ്ധ ആവിൻ വല്ലമയിനാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ പേശി നാം ആരാധിക്കുമ്പോൾ പെരിയ മാറ്റങ്ങൾ വെളിപ്പെടും. 2010 എനിക്ക് ഓർമ്മയുണ്ട്, ദൈവമക്കളെ, ഇതുപോലെ സ്തോത്രം ഒരു IPC സഭയിലാണ് ഇതുപോലെ ദൈവവചനം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിഷേക ആരാധനയുടെ മധ്യത്തിലാണ് ജോമോൻ എന്ന് പറയുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15-16 വയസ്സൊക്കെ ഉണ്ടാകുമെന്നാണ്. ജോമോൻ എന്ന് പറയുന്ന ഒരു മോൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവന് മേൽ ദൈവശക്തി വ്യാപരിച്ചു. ആ വചനം പേശിക്കൊണ്ടിരിക്കുമ്പോൾ ഗവനമായി കേട്ട് ആത്മശക്തി അവന്റെ മേൽ വന്ന് ഇവൻ പിന്നീട് നൃത്തം വെച്ച് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ ചർച്ചിലുള്ളവരെല്ലാം കൺകൾ തുറന്ന് இந்த പിള്ളയെ എങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ അവർകൾ പറയുക, ആ മകൻ ജനിച്ച് ആ 15ാമത് വയത് വരെ വിക്കനായിരുന്നു. സ്തോത്രം, മനസ്സിലായോ? വിക്കൻ എന്നല്ലേ നമ്മൾ പറയുന്നത്? തടിച്ച നാവുള്ളവനായിരുന്നു. സ്തോത്രം. അതിന് തമിഴിൽ എന്നാ പറയുന്ന? തിക്കുവായോ? തിക്കുവാ അല്ലേ? കൈ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കുക. തിക്കുവായുള്ളവനായിരുന്നു ഇവൻ, വിക്കനായിരുന്നു. സ്തോത്രം. എന്നാൽ പരിശുദ്ധാവിയനുടെ ശക്തി അന്ന് ആ വചന ശുശ്രൂഷയുടെ നടുവിൽ ഗവനമായിരുന്നു കേൾക്കുമ്പോൾ അവന്റെ മേൽ വെളിപ്പെട്ട സമയം ഈ അന്യഭാഷ പറഞ്ഞവൻ ആരാധിക്കുമ്പോ ആ തിക്ക് വായിൽ കെട്ട് കർത്തർ അഴിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അന്ന് അവൻ സുഖമായി. അവൻ അതുക്ക് ശേഷം ഊളിയത്തെ കൊപ്പ് കൊടുത്ത് വേദാഗമ കല്ലൂരിയിൽ പഠിച്ച് ഇന്ന് ജോമോൻ ഒരു ഊളിയക്കാരനായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പണ്ട് നമ്മളൊരു പാട്ട് പാടും, അത്ഭുതം യേശുവിൻ നാമം എന്നുള്ള. അതില് കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാത് കേട്ടിടും ചെകിടർക്കുമേ, മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. കരമേർത്തെ ഹല്ലേലൂയ പറയാം. അപ്പടിയാണ് ദേവനുടെ വചനത്തെ പേശിക്കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാവി ഉന്നെ നിറച്ച് നീങ്ക അന്യഭാഷ പേസുവാൻ കർത്തർ ഉനക്കൊരു പ്രേരണ തന്നാൽ ധൈര്യമായി പേസലാം, അങ്ങേ വിടുതൽ നടക്കും. നம்பிக்கைയുള്ളവർ കർത്തർക്ക് മഹിമയെ കൊടുക്കലാം. റീമനഗണഗണബലം. ഇന്ന് രാത്രി പരിശുദ്ധാവിൻ വല്ലമയിനാൽ അന്യഭാഷകൾ പേസുമ്പോൾ பெரிய விடுதலைகள் நடக்கும், பெரிய வெற்றிகள் உண்டாகும். அல்கப்பிரபனம் தீபல்கமனம் வைடப்பிரபனபலம் பரிசுத்தாவியினுட அபிஷேகத்தினால் ரூதனபலபரபலமனபலப உஷனபலபரபலமனப യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ അന്യഭാഷ കിടക്കുന്ന രണ്ടാമത്തെ വിധം, സ്തോത്രം, ആമൻ, இந்த மாதிரி ஊழியர்கள் വചനം പേശിക്കൊണ്ടിരിക്കയിൽ ആബീൻ അഭിഷേകം വന്ന് കിടക്കും. അന്യഭാഷ കിട്ടുന്ന മൂന്നാമത്തെ വിധം അതുകൂടെ പറഞ്ഞ് നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ച് നമ്മൾ ഇന്ന് രാത്രി ഈ സെക്ഷൻ മുടിക്കാൻ പോവാ. ബാക്കി നാളെ രാത്രി മുതൽ ഡീപ്പായി പഠിക്കാം. കൈ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അന്യഭാഷ കിടക്കുന്ന മൂന്നാമത്തെ വിധമാണ് അപ്പോസ്തല നടപടി 19-ാം അധികാരം അതിനുടെ ആമേൻ 5-6 രണ്ട് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അപ്പോസ്തല നടപടി 19-ാം അധികാരം 5-6 രണ്ട് വചനങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. എല്ലാവരും എടുക്കുക. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. ആ ആ ആ പൗൽ அவர்கட மேல் கைகளை வைத்தபோது பரிசுத்தாவி அவர்கட மேல் இறங்கினார். അപ്പോൾ அவர்கள் என்ன செய்து? അന്യ ഭാഷകളെ പേശി ദീർഘദർശനം ഉടച്ചു. മൂന്നാമത് ഊഴിയர்கள் കൈവച്ച് ജപിക്കുമ്പോൾ അന്യഭാഷ കിടക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. മുതലാമത് കാത്തിരിക്കുന്നവർക്ക് അന്യഭാഷ കിടക്കും, യാരും കൈവയ്ക്കാതെ. രണ്ടാമത് ഊഴിയர்கள் വചനം പേശിക്കൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ കിടക്കും. മൂന്നാമത് ഊഴിയക്കാർ കൈകൾ വെച്ച് ജപിക്കുമ്പോൾ അന്യഭാഷ കിടക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇതിനെ ഞാൻ വിശദമായി നാളെ രാത്രി ഈ ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാം. ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. രക്ഷിക്കപ്പെടാൻ പോലും ഒരു വഴിയേ ഉള്ളൂ. രക്ഷിക്കപ്പെടാൻ എത്ര വഴി? ഒരേ ഒരു വഴി, യേശു മാത്രം. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. രക്ഷിക്കപ്പെടാൻ പോലും ഒരേ വഴി, യേശു മട്ടും. ആനാ രക്ഷിക്കപ്പെട്ടവന് അഭിഷേകം പ്രാപിക്കാൻ, പരിശുദ്ധാവിന് സ്നാനം പ്രാപിക്കാൻ, അന്യഭാഷ പ്രാപിക്കാൻ 3 വഴി വെച്ചു. മനസ്സിലാക്കണേ. രക്ഷിക്കപ്പെടാൻ പോലും ദേവൻ ഒരു വഴി വെച്ചിട്ട് രക്ഷിക്കപ്പെട്ടവൻ അഭിഷേകം പ്രാപിക്കാൻ എത്ര വഴി വെച്ചു? 3 വഴി. അതിനുടെ അർത്ഥം എന്നതെന്ന് തെരിയുമാ? രക്ഷിക്കപ്പെട്ട സകലരും പരിശുദ്ധാവിനാൽ നിറപ്പപ്പെടുവാൻ കർത്തർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും ആവിയിനാൽ നിറപ്പപ്പെടണം. ആമേൻ. കൈ അടിച്ചു കൊഞ്ചം നേരം അപ്പടിയെ കർത്തർക്ക് മഹിമയെ കൊടുക്കാം. എല്ലാവരും അഭിഷേകത്തെ പെട്ടുകൊള്ളണം. എല്ലാവരും പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെടണം. അന്യഭാഷ അടയാളത്തോടെ കർത്തരെ ആരാധിക്കണം.